എന്നാൽ ഇവർക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. കാരണം 13, 15, 18 വയസ്സുള്ള ഈ കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഇഡി വന്നിട്ട് എന്ത് പ്രയോജനം? വഴങ്ങിയെന്ന് മാത്രമല്ല, അവരിനി മുട്ടയിലിഴയും. ആ രീതിയിലേക്ക് അവരെ താഴേക്ക് കൊണ്ടുവന്നു. എല്ലാ ഗർവവും അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നപ്പോൾ, മുട്ടയിലിഴേണ്ടി വന്നപ്പോൾ, ഈ മന്ത്രിസഭ താഴെ പോകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രം അവർക്ക് അതിന് കഴിയല മോഡിജി. കാരണം അവർക്ക് താങ്കളെ പോലുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കുട്ടികളാകട്ടെ അവർ വിദ്യാസമ്പന്നരാണ്. ഏവർക്കും നമസ്കാരം. CJPയുടെ വളർച്ചയും സർക്കാരിന്റെ ഭാവി പ്രതികരണവും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ തമാശയിൽ നിന്ന് അതിവേഗം വളർന്ന് ശക്തമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യൻ പൊതുജീവിതത്തിന്റെ ശൈലിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ മെയ് മാസത്തിൽ രാഷ്ട്രീയ ആശയവിനിമയ തന്ത്രജ്ഞനായ അഭിജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ ആക്ഷേപഹാസ്യവുമായിട്ട് രൂപം നൽകിയ ഈ പ്രസ്ഥാനം ഇന്ന് വെറും ഇന്റർനെറ്റ് മീമുകൾക്കപ്പുറം ഡൽഹിയുടെ തെരുവുകളിൽ സജീവമായ പ്രതിഷേധമായിട്ട് മാറി എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവത്വത്തിന്റെ രോക്ഷവും പ്രതീക്ഷയും ഏറ്റെടുത്തുകൊണ്ട് CJP തന്റെ സ്വാധീനം വ്യാപിപ്പിക്കുമ്പോൾ രണ്ട് നിർണായക ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയാണ്. ഈ വളർച്ച ഇന്ത്യൻ സമൂഹത്തിൽ എന്ത് തരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? വരും ദിവസങ്ങളിൽ നിലവിലെ കേന്ദ്ര സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയാണ് നമ്മൾ ഇതിലൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം CJPയുടെ വളർച്ച ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു സ്വാധീനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അവരെ അടിച്ചമർത്താൻ വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും 13, 14, 15 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ പോലും വളരെ മൃഗീയമായിട്ട് ജന്തർ മന്ദിറിൽ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറയുകയുണ്ടായി. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ പെൺകുഞ്ഞുങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിലേക്ക് ലാത്തി ഇറക്കുന്ന അവസ്ഥകൾ, അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന, അവരെ മ്ലേച്ഛമായവരോട് ഇടപെടുന്ന, അവരുടെ സ്വന്തം പെൺമക്കളെക്കാളും പ്രായം കുറഞ്ഞ ആ കുഞ്ഞുങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ നെയിം പ്ലേറ്റ് വെക്കാതെ വന്ന് അവിടെ വളരെ അനീതി കാണിച്ചവർ, അതുപോലെ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് പോലീസിന്റെ ആയുധങ്ങൾ കൊടുത്തുവിട്ട് അവിടെ ഉപദ്രവങ്ങൾ ഉരുവാക്കിയതായിട്ടുള്ള രാഷ്ട്രീയ പുങ്കുവന്മാർ, നിങ്ങളൊക്കെ ഓർത്തുകൊള്ളണം. CJPയുടെ സ്വാധീനം ചെറുതല്ല ഈ രാജ്യത്ത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ അനീതികൾക്കും കൃത്യമായി കണക്ക് അവർ ചോദിച്ചിരിക്കും. നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ, നിങ്ങൾ അതിന് കൃത്യമായ പ്രതിവിധി ചെയ്തേ പറ്റൂ എന്നൊരു യാതൊരു സംശയമില്ല. CJPയുടെ തുടർച്ചയായിട്ടുള്ള വികാസം ഇന്ത്യൻ സമൂഹത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും ഭാവിയെ സ്വാധീനിക്കുന്ന ഒന്നാണെന്നതിന് യാതൊരു സംശയമില്ല. ജെൻസി തലമുറയുടെ രാഷ്ട്രീയവൽക്കരണത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, മേജർ രവിയെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ വളരെയധികം ആദരിച്ച വ്യക്തികളാണ്. എന്നാൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വങ്കത്തരങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകത്തില്ല. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി, അങ്ങയുടെ തലയിലേക്ക് ഈ ചാണകം കയറിയും ഗോമൂത്രം കയറിയത് കൊണ്ടാണ് ഫാദറെ ഇങ്ങനെ അദ്ദേഹം പറയേണ്ടി വന്നതെന്ന്. ഇവിടുത്തെ ഒരു മഹാനടന്റെ മകളെ കുറിച്ച് അവർക്ക് രാഷ്ട്രീയം അറിയില്ല അത്രേ. രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണോ ഈ കുഞ്ഞുങ്ങൾ ഇത്രയും പേര് തെരുവിൽ കഴിയുന്നത്? അവർക്കാണ് നിങ്ങളെക്കാളും വളരെ കൃത്യമായ രാഷ്ട്രീയം അറിയുന്നത്. ശ്രീ മേജർ രവി, താങ്കൾ മനസ്സിലാക്കണം, താങ്കൾക്ക് രാഷ്ട്രീയം അറിയുകയില്ല. താങ്കൾ പണത്തിന്റെ രാഷ്ട്രീയം നടിക്കുന്ന ആളാണ്. താങ്കൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉടമസ്ഥനാണ്. അല്ലാതെ യഥാർത്ഥ രാഷ്ട്രീയം അറിയാവുന്ന ഈ കുഞ്ഞുങ്ങളെ തുച്ഛീകരിക്കുവാൻ, അവരുടെ വാക്കുകളെ നിങ്ങൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊതുമാപ്പ് പറയണം. കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ രാഷ്ട്രീയം പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. കാരണം ചില ആളുകളൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് രോഷം കൊള്ളുമ്പോൾ ഇത് പറയുന്നത്, എന്തിനാണ് അങ്കിയിട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നത്? ഞങ്ങൾക്ക് പറയണം സർ. കാരണം ഞങ്ങളാണ് ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ആളുകൾ. നിങ്ങളുടെ രാഷ്ട്രീയ പുങ്കുവന്മാരല്ല. അവർ ഈ രാഷ്ട്രത്തെ ഭിന്ന ഭിന്നമാക്കാനായിട്ട് ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് ഇതിനെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ചിത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ ഒന്നാക്കി നിർത്താൻ ശ്രമിക്കുന്നവരാണ്. ഞങ്ങളുടെ രാഷ്ട്രീയമാണ് കക്ഷിയില്ലാത്ത രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയമാണ് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം. അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അപ്പൊ പതിറ്റാണ്ടുകളായിട്ട് മുഖ്യധാര ഇന്ത്യൻ രാഷ്ട്രീയം ഗ്രാമീണ വോട്ട് വാങ്ങുകയോ മതജാതി രാഷ്ട്രീയത്തെയോ ആണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ CJPയുടെ വളർച്ച നഗരങ്ങളിൽ ജീവിക്കുന്ന യുവാക്കൾ തൊഴിലില്ലായ്മ, അക്കാദമിക സുതാര്യത എന്നിവയിലേക്ക് ഭരണകൂടത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വളരെയധികം നിർബന്ധിതമാക്കി എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പാറ്റ എന്ന പ്രതീകത്തിലൂടെ ഒരു കൂട്ടായ്മ സ്വത്വം നൽകിക്കൊണ്ട് യുവജനങ്ങളുടെ സാമ്പത്തിക ആശങ്കകളെ ഇനി അവഗണിക്കാൻ കഴിയില്ലെന്ന് ഈ പ്രസ്ഥാനം
സ്ഥാനം ഉറപ്പിച്ച് നമ്മുടെ മുമ്പിൽ തെളിയിച്ചു. വികേന്ദ്രീകൃതമായ പൗരാവകാശ സമരങ്ങളുടെ ഒരു പുതിയ ശൈലിയാണ് അവർ അവലംബിച്ചത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നത് CJP വളരെ കൃത്യമായിട്ട് തെളിയിച്ചു. AI ടൂളുകളും അതേപോലെ ഡിജിറ്റൽ ശൃംഖലകൾ, വൈറൽ ആശയങ്ങൾ എന്നിവയിലൂടെയുള്ള വികേന്ദ്രീകൃത സമര രീതിയാണ് ഇവർ മുന്നോട്ട് വെച്ചത്. പരമ്പരാഗത നേതൃത്വങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് ഒറ്റ രാത്രി കൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഇത് വളരെ കൃത്യമായിട്ട് തെളിയിച്ചു. വർഗീയ ധ്രുവീകരണത്തിൽ നിന്ന് ഭരണ നൈപുണ്യ ചർച്ചകളിലേക്ക് ശ്രദ്ധ മാറ്റുവാൻ ഇവരുടെ പ്രക്ഷോഭങ്ങൾ കൊണ്ട് സാധിച്ചു. ഇതൊരു പ്രക്ഷോഭം എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവരുടെ പ്രതികരണമാണ്. ഈ രാഷ്ട്രത്തോടുള്ള ഭരണാധിപന്മാരോടുള്ള ഒരു പ്രതികരണം. അതിനെ പ്രക്ഷോഭം എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോ, പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുതാര്യമായ പൊതുഫണ്ടുകൾ, വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ, വ്യവസ്ഥാപരമായിട്ടുള്ള ഉത്തരവാദിത്വം തുടങ്ങിയ ഭീമമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറും ഐഡന്റിറ്റി പൊളിറ്റിക്സിനപ്പുറം ഭരണതലത്തിലുള്ള കാര്യക്ഷമതയെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് സമൂഹത്തെ തിരികെ കൊണ്ടുവരുവാൻ CJPക്ക് സാധിച്ചു. ഞാനിന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഏക കാരണം CJP ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഞാനും ഭയപ്പെട്ടിരുന്നു ഇത്ര ധൈര്യത്തോടുകൂടെ ഈ കാര്യങ്ങൾ പറയാൻ. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ടെന്ന് ആ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ച് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. അതിന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. നിലവിലെ സർക്കാർ വഴങ്ങുമോ? ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ശക്തമായ കേന്ദ്രീകൃത ഭരണ സമ്പ്രദായമുള്ള നിലവിലെ ഭാരതീയ ജനതാ പാർട്ടി BJP സർക്കാർ CJPയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ എന്ന ചോദ്യം വളരെയധികം പരിശോധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം അവർ വഴങ്ങിയെന്ന് മാത്രമല്ല, അവരിനിയും മുട്ടയിലിഴയും ആ രീതിയിലേക്ക് അവരെ താഴേക്ക് കൊണ്ടുവന്നു. എല്ലാ ഗർവവും അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഇവിടൊക്കെ ചില പൊങ്കുവന്മാരൊക്കെ ഇതൊക്കെ ഇവരെ ഇങ്ങനെ പരിഹസിച്ച് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്, ഒന്നും വരുന്നില്ല, ഇതിന്റെ പിന്നാലെ CJP വരും. അതോർത്തു ED വിട്ട് ഭയപ്പെടുത്തുകയും ഇല്ലേ, അതായിരുന്നല്ലോ ഇവിടുത്തെ സാമ്പ്രദായ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു പ്രശ്നം. അവരെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരാരും കറപ്റ്റഡ് അല്ലാത്തത് കൊണ്ട്, പലരും കറപ്റ്റഡ് അല്ലാത്തത് കൊണ്ട് അവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് പലരും മിണ്ടാതിരുന്നു. എന്നാൽ ഇവർക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. കാരണം 13, 15, 18 വയസ്സുള്ള ഈ കുഞ്ഞുങ്ങളുടെ പിന്നാലെ ED വന്നിട്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ ഈ വാക്തോരകളൊന്നും തന്നെ വിലപ്പോകുകയില്ല എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് സംഘപരിവാരത്തിനോട് പറയാനുള്ളത്. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ മോദി സർക്കാർ ഇതിനകം തന്നെ ചില ഘട്ടങ്ങളിൽ തയ്യാറായിട്ടുണ്ട്. മെഡിക്കൽ പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളെ, നീറ്റ് വിവാദങ്ങള്, തുറന്നുണ്ടായ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് ഇപ്പോൾ നമ്മുടെ TG മോഹൻദാസ് സാറിനെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ പഴയ ഒരു വൈസ് ചാൻസലർ ആയിരുന്ന രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ട് എനിക്ക് ചിരി വന്നു കേട്ട്. അദ്ദേഹത്തിന്റെ ധാർമ്മികത കൊണ്ടാണ്, ധർമ്മേന്ദ്രന്റെ ധാർമ്മികത കൊണ്ടാണ്. ഒരു ധാർമ്മികത ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാജി നിർബന്ധിതമായിരുന്നു. അദ്ദേഹത്തിന് ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ 2024 അദ്ദേഹം രാജിവെക്കണമായിരുന്നു. ഞാൻ വെറുതെ പറയുന്നല്ല. 2024 സംഭവിച്ചു, അതിന് മുമ്പ് സംഭവിച്ചു, അതിന് ശേഷവും സംഭവിച്ചു. എന്നിട്ട് അതിന്റെ പഴുതടയ്ക്കാൻ കഴിയാതിരുന്ന അയാള് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നപ്പോൾ, മുട്ടയിൽ ഇഴയേണ്ടി വന്നപ്പോൾ, ഈ മന്ത്രിസഭ താഴെ പോകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രം അയാൾ രാജിവെച്ചത്. അല്ലാതെ ഒരു ധാർമ്മികതയും അദ്ദേഹത്തിനില്ല. അപ്പോൾ ഭരണപരമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുമ്പോൾ തങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഇത്തരം ഘട്ടങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്തേക്കാം. അങ്ങനെ ചെയ്തതാണ് ഇത് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. നിങ്ങള് മൊത്തത്തിൽ അടപടലം വീഴും എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടാണ് ആ രാജിക്കത്ത് കൊടുക്കേണ്ടി വന്നത്. രണ്ടാമതായിട്ട് ആശയപരമായിട്ടുള്ള കർശന നിലപാടുകളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പൊതുഫണ്ടുകളുടെ സ്വതന്ത്ര മേൽനോട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയ നിയമങ്ങളിലെ കർശനമായ നിയന്ത്രണങ്ങൾ പോലുള്ള CJPയുടെ അടിസ്ഥാനപരമായ വ്യവസ്ഥാപനപരമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ പൂർണ്ണമായിട്ട് വഴങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ കുറച്ചും കൂടെ സുതാര്യത വരുമെന്ന് യാതൊരു സംശയമില്ല. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. BJP 5000 രൂപ പല കമ്പനികളും കൊടുക്കുകയുണ്ടായി. പല കമ്പനികളും നമുക്കറിയാം ഏതൊക്കെയാണെന്നുള്ളത്. 5000 കോടി രൂപ അത് വെറുതെ കൊടുത്താണ്. സംഭാവന കൊടുത്തത് അവരുടെ വരുമാനത്തിൽ നിന്ന് കൊടുത്താണ്, അവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്താണ്. അവർക്ക് പ്രത്യുപകാരമായിട്ട് അതിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് കോടി മടങ്ങ് അവർക്ക് തിരികെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങള് കള്ളത്തരങ്ങളില്ലാത്തവരും നിങ്ങള് സുതാര്യത ഉള്ളവരാണെന്നും ഈ ചെറുപ്പക്കാരോടൊന്നും പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയല്ല. അവരുടെ കൈ കണക്കൊണ്ടെന്നേ നിങ്ങൾ അവിടെ തുമ്മിയാൽ ഇവർക്കറിയാം എന്തിനാ തുമ്മുന്നതെന്നുള്ളത്. ആ വീട്ടില് എല്ലാ സൗകര്യങ്ങളും ഈ ചെറുപ്പക്കാരിലുണ്ട്. അങ്കിൾ മോഡിജിയുടെ സെൽഫി ഒന്നും ഇവരുടെ ഇടയിൽ വിലപ്പോകുകയില്ല. ആ സെൽഫിയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഈ കുഞ്ഞുങ്ങൾക്കറിയാം. അവർ ജനിച്ചപ്പോഴേ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നതാണ്.
മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവരെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതുവരെ കുറെ പേരെ നിങ്ങൾ പറ്റിച്ചു, നിങ്ങൾ കുറെ പേർക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങി, അതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിജയിച്ചു വന്നിട്ടുള്ള നിങ്ങൾക്ക് ഇവിടുത്തെ യഥാർത്ഥ മനുഷ്യരെ, ഇന്ത്യക്കാരെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. യഥാർത്ഥ ഇന്ത്യക്കാരെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ വരുന്ന തലമുറയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആപ്തവാക്യം, ആ ഒരു വെല്ലുവിളിയെ അവർ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. അവരുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുവരയ്ക്കും. അപ്പൊ നേതൃത്വമില്ലാത്ത ഇത്തരം മുന്നേറ്റങ്ങളെ ഭരണകൂടം സുരക്ഷാ വെല്ലുവിളിയാണെന്നൊക്കെ കാണുന്നുണ്ട്. അതിനാൽ സർക്കാരിന്റെ സമീപനം താഴെ പറയുന്ന വിധത്തിലൊക്കെ ആയിരിക്കും. അവര് നിയന്ത്രണങ്ങളും പോലീസ് നടപടികളൊക്കെ ഒരുപാട് കൊണ്ടുവരും. അതൊക്കെ കണ്ടതാണല്ലോ. പക്ഷെ കുഞ്ഞുങ്ങളായാലൊന്നും പേടിച്ച് മാറുന്നില്ല. നിങ്ങൾ കേട്ട് കാണും ഒരു മോൻ പറയുന്നത്, എന്നെ അടിക്ക്, നിങ്ങൾക്ക് ആവോളം എന്നെ അടിക്ക് എന്നൊരു ചെറുപ്പക്കാരന്, 19 വയസ്സുള്ള ഒരു പയ്യൻ അവിടെ ധൈര്യത്തോടെ പോലീസിന്റെ മുമ്പിൽ അടികൊള്ളാൻ വേണ്ടി നിൽക്കുകയാണ്. അടിക്കാൻ പറയുന്നു. അടിക്കുന്നവൻ അവന്റെ അടിയുടെ ശക്തി കുറയ്ക്കുകയല്ലാതെ ഈ കുഞ്ഞുങ്ങള് വേദന കൊണ്ട് നിലവിളിക്കുകയല്ല ചെയ്യുന്നത്. അവർക്കറിയാം നല്ലൊരു ഭാവി നാളെ ഉണ്ടാകണമെങ്കിൽ ഈ ഭരണകൂടം ഉപയോഗിക്കുന്ന ലാത്തിയും അവരുപയോഗിക്കുന്ന ആയുധങ്ങളും അവരെ കൊണ്ട് താഴെ വെപ്പിക്കാൻ സാധിക്കണമെന്നുള്ളത്. അതവർ താഴെ വെപ്പിക്കുക തന്നെ ചെയ്യും. തെരുവ് മാർച്ചുകൾ നടക്കുമ്പോൾ ശക്തമായ പോലീസ് കാവലും കണ്ണീർവാതക പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ചില്ലി ബോംബുകൾ, ഈ മുളക് പൊടി കൊണ്ടുള്ള ബോംബുകൾ ആയുധങ്ങളായിട്ടൊക്കെ ഇവർ ഉപയോഗിച്ചതാണ് ഈ പോലീസ്. എന്തൊരു വിഡ്ഢിത്തരങ്ങളാണ് ഈ കുഞ്ഞുങ്ങളോട്. അവരുടെ കുടുംബങ്ങളിലുള്ള, അവരുടെ ബന്ധങ്ങളിലുള്ള മക്കളെയാണ് അവർ ഈ വിധത്തിൽ ഉപദ്രവിച്ചെന്നുള്ളത് മറന്നുപോകണം. ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ, പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ പേജുകളും ആശയവിനിമയ മാർഗങ്ങളും തടയാനുള്ള ശ്രമങ്ങളെല്ലാം അവര് ഇതുവരെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അവരെ ഓവർകം ചെയ്യാൻ കഴിയുകയില്ല. മൂന്നാമതായിട്ട് ഭരണകൂടം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി. ഈ സർക്കാരിനെ സംബന്ധിച്ച് CJP ഒരു പുതിയ പ്രതിസന്ധിയാണ്. പരമ്പരാഗത പ്രതിപക്ഷ പാർട്ടികളെ രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടാൻ എളുപ്പമാണ്. എന്നാൽ സ്വയം പരിഹസിക്കുകയും നേതാക്കളില്ലാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മുന്നേറ്റത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കണം എന്നത് ഇതുവരെ ഈ സർക്കാരിന് ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഇവരെ തകർക്കാൻ കഴിയുകയില്ല എന്ന് അവർക്ക് ബോധ്യമായി. സർക്കാർ പൂർണ്ണമായി വഴങ്ങിയാൽ അത് തെരുവ് ഹാസ്യങ്ങൾക്കും യുവജന ഐക്യത്തിനു മുന്നിൽ ഭരണകൂടം മുട്ടടിക്കുന്നതിന് തുല്യമാകും എന്നതിന് യാതൊരു സംശയമില്ല. എൻ്റെ ഒരു വിലയിരുത്തൽ പറയുകയാണെങ്കിൽ സർക്കാർ ചില കാര്യങ്ങളിൽ തന്ത്രപരമായ വിട്ടുവീഴ്ചകൾ ചെയ്യുമെങ്കിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങില്ല എന്ന് പറഞ്ഞാലും വഴങ്ങേണ്ടി വരും. വിദ്യാർത്ഥികളുടെ രോക്ഷം തണുപ്പിക്കാൻ ചില വ്യക്തികളെ മാറ്റുകയോ ചെറിയ നയപരമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്തേക്കാം. അത് ചെയ്യേണ്ടി വരും. എന്നാൽ CJPയുടെ അടിസ്ഥാനപരമായ വ്യവസ്ഥാപരമായ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ CJP വീണ്ടും ശക്തിപ്പെടും. പല മേഖലകളിൽ നിന്നുള്ള CJPകൾ ഇനിയും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. അന്തിമമായിട്ട് പറഞ്ഞാൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയം ഒറ്റ രാത്രി കൊണ്ട് സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നതിലല്ല, മറിച്ച് ഒരു തലമുറയെ രാഷ്ട്രീയമായി ഉണർത്തിവിട്ടു എന്നതിലാണ് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം. ഹാസ്യവും പ്രതിരോധ ശേഷിയും ഡിജിറ്റൽ ഐക്യവും ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ കവചം തകർക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയെ എന്നേക്കുമായി മാറ്റിയെഴുതാൻ CJPക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി, ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന മോഡിജി ഇങ്ങനെ പറഞ്ഞത്, മന്ത്രിമാരെ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറണം, നിങ്ങളെല്ലാവരും ആളുകളുമായിട്ട് സംവദിക്കണം. അവർക്ക് അതിന് കഴിയല മോഡിജി. കാരണം അവർക്ക് താങ്കളെ പോലുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കുട്ടികളാകട്ടെ അവർ വിദ്യാസമ്പന്നരാണ്. നിങ്ങൾ പഠിച്ചതിനേക്കാളും 10 മടങ്ങ് പല കാര്യങ്ങളും ഇവർ പഠിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം.